ബഡ്ജറ്റിന്റെ കാര്യം ശരിക്കും കോമഡിയാണ്. കാരണം ഞാൻ പല സമയത്തും കേട്ടിട്ടുണ്ട് 34 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എസ് യുയിൽ പഠിച്ചിറങ്ങാം, 35 ലക്ഷം ഉണ്ടെങ്കിൽ TSMUയിൽ പഠിച്ചിറങ്ങാന്നൊക്കെ. അതായത് നമ്മുടെ എല്ലാ ബഡ്ജറ്റും കൂടെ 35 ലക്ഷത്തിന് എങ്ങനെ തീരും? 30 ലക്ഷം റുപ്യ ഫീസുള്ള സ്ഥലത്ത്. അപ്പോൾ റിയാസ്ക്ക് ഇപ്പം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുമ്പോൾ സെയിം ഫീസാണ്. ഒരു കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ആ കൺട്രിയിൽ തന്നെ 4-5 യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ എല്ലാം സെയിം ഫീസാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യും? ഒരാളിപ്പം പഠിച്ച് യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ആൾക്ക് യൂറോപ്പിൻ്റെ ബൾഗേറിയയുടെ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ആൾക്ക് പിന്നെ ജോർജിയ ആയിരിക്കും, ഉസ്ബെക്ക് ആയിരിക്കുമോ നല്ലത്? റിയാസ്ക്ക് ആക്ച്വലി ഇപ്പം നമ്മൾ പൊതുവെ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻ്റ് ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻലി 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഫസ്റ്റ് തിങ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണെന്നുള്ളത്. സെക്കൻഡ് ബഡ്ജറ്റ്. ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളിപ്പം പഠിച്ച് യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ആൾക്ക് യൂറോപ്പിൻ്റെ ബൾഗേറിയയുടെ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ആൾക്ക് പിന്നെ ജോർജിയ ആയിരിക്കും, ഉസ്ബെക്ക് ആയിരിക്കുമോ നല്ലത്? ജോർജിയ അല്ലേ? കാരണം യൂറോപ്പിലുള്ള രാജ്യമാണ്, ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്, ഒരുപാട് ഇന്റർനാഷണൽസ് വന്ന് പഠിക്കുന്ന രാജ്യമാണ്. ഇപ്പം ഉസ്ബെക്ക് നോക്കുകയാണെങ്കിൽ ഉസ്ബെക്കിൽ കൊറിയൻസ് വന്ന് പഠിക്കുന്നുണ്ട്, തജിക്കുകൾ വന്ന് പഠിക്കുന്നുണ്ട്, റഷ്യൻസ് വന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ജോർജിയയിൽ നോക്കുകയാണെങ്കിൽ അറബ്സ്, ഇസ്രായേലീസ്, UK എന്നുള്ള ആളുകൾ, അതേപോലെ തന്നെ നൈജീരിയ, ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട ആൾക്കാരാണ് ഇവർ. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞ പോലെ തന്നെ USMLE ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതെ, അതായത് ഈ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടത് ഈ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സിലബസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അതായത് ഇവർക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ പലരും USMLE ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ എന്നിരിക്കെ ഉസ്ബെക്കിൽ പഠിച്ചവർക്ക് പുറത്ത് സെറ്റിൽ ആവാന്നുള്ള അങ്ങനെയല്ല. അതായത് ഇവരുടെ ടീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് USMLE ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിനുള്ള അനുസരിച്ചുള്ള ക്വാളിറ്റി കിട്ടും. എന്നാലും ഉസ്ബെക്കിസ്ഥാനിലോ അല്ലെങ്കിൽ തജിക്കിസ്ഥാനിലോ കിർഗിസ്ഥാനിലോ ഒന്നും മോശമാണെന്നല്ല പറയണത്. പക്ഷേ നമ്മൾ പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലേക്ക് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം USMLE കഴിഞ്ഞ ടീച്ചർ എടുക്കുന്നതും അല്ലാത്ത ടീച്ചർ എടുക്കുന്നതും. ഇന്ത്യ എന്നുള്ള സ്റ്റുഡൻറ്റ് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജോർജിയ ആണോ അല്ലെങ്കിൽ ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആയിരിക്കുമോ? പക്ഷെ ഈ ഒരു ചോദ്യം ശരിക്കും നമ്മളൊരു വെറും ബഡ്ജറ്റ് മാത്രം വെച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ, മിഡിൽ ഈസ്റ്റിൽ വളർന്നൊരു കുട്ടിയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഉസ്ബെക്കിനേക്കാളും കൾച്ചർ കുറച്ചുകൂടെ സിമിലർ ആയിരിക്കുക ജോർജിയ ആയിരിക്കും. അപ്പോൾ കൾച്ചർ നോക്കണം, അതേപോലെ തന്നെ ബഡ്ജറ്റ് നോക്കണം, എല്ലാം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. വെറും ബഡ്ജറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനാണ് നല്ലത്. കാരണം ജോർജിയന്റെ 50 ലക്ഷം കൊടുക്കണ്ടല്ലോ, 30 ലക്ഷത്തിന് ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽസും കുറച്ചും കൂടി കൂടുതൽ. യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനേക്കാളും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക ജോർജിയയാണ്. അതായത് നമുക്കിപ്പം ജോർജിയ എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ ജോർജിയ അഫോർഡ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉസ്ബെക്ക് എടുത്തിട്ട് ഉസ്ബെക്കിൽ അതേ സെയിം സാധനങ്ങളെല്ലാം ഉസ്ബെക്കിലും കിട്ടും. അതായത് ECFMG ഉസ്ബെക്കിലുണ്ട്, WFME ഉണ്ട്. അതെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രം മതി. ഞാൻ ചോദിക്കണ ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് നമ്മളോട് മെയിൻലി ചോദിക്കുന്നതാണ്, യൂട്യൂബിൽ കമൻസും നമ്മുടെ വാട്സപ്പിലൊക്കെ ചോദിക്കുന്നതാണ്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് കൺട്രി എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരോട് എന്തൊക്കെയാണ് ലൈക്ക്, അതായത് ഇപ്പം ഏതാണ് ബെസ്റ്റ് കൺട്രി എന്നുള്ള ശരിക്കും നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഇന്ന രാജ്യം, നിനക്ക് ജോർജിയാണ് ഏറ്റവും ബെസ്റ്റ്, നീ അതെടുത്തു. അതായത് ആ കുട്ടീനെ അറിയണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയണം. ആ കുട്ടി പഠിക്കുന്ന രീതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ രാജ്യം ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ണും പൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് US എങ്ങാൻ പറയേണ്ടി വരും. പക്ഷെ അതിൻ്റെ ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അഡ്മിഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ രാജ്യത്തിനും. അതിപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് US ഇപ്പോൾ പറയുകയാണെങ്കിൽ പോലും, US ആണല്ലോ നമുക്ക് എല്ലാവർക്കും പോകാൻ ആഗ്രഹമുള്ളത്. US എടുക്കുകയാണെങ്കിൽ പോലും അവിടെ ബഡ്ജറ്റ് ഭയങ്കര കൂടുതലാണ്, അഡ്മിഷൻ പ്രോസസ്സ് ഭയങ്കര ടഫാണ്, ഒരു ബയോളജി മേജറായിട്ടുള്ള ഡിഗ്രി വേണം, ഇങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു കുട്ടീനോട് ഇന്ന രാജ്യമാണ് എനിക്ക്, അതായത് ഒരു കുട്ടി വന്നു ഏതാണ് ഏറ്റവും നല്ല രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനാണ് ഏറ്റവും നല്ലത് എന്നങ്ങോട്ട് പറയാൻ പറ്റൂല. അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉസ്ബെക്കിസ്ഥാൻ മാത്രം അറിയുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവിടത്തേക്ക് മാത്രം അഡ്മിഷൻ ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് ആ കുട്ടീനെ അറിഞ്ഞതിന് ശേഷം ഓക്കെ, കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ, നിൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ഓക്കെ 50 ലക്ഷം അഫോർഡ് ചെയ്യാൻ പറ്റും, ഓക്കെ പിന്നെ ഇന്ന കൾച്ചറിലാണ് വന്നത്, ഇന്ന രീതിയിലാണ് പഠിച്ചത്, ഇന്നതാണ് ആഗ്രഹം, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത് റൊമാനിയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത് ജോർജിയാണ്, അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വൺ വേർഡ് ആൻസർ പിന്നെ MBBS പഠിക്കണ ഏതാ നല്ല രാജ്യം, ഉസ്ബെക്കിസ്ഥാൻ അടിപൊളിയാണ് എന്തെങ്കിലും പറയാൻ പറ്റില്ല. അത് ഭയങ്കര സബ്ജക്റ്റീവാണ്.
ബെസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോന്നാണ് ബെസ്റ്റ് ആയിട്ട് വരിക. പലതായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻലി നമ്മൾ അവിടുത്തെ ബഡ്ജറ്റ് നോക്കുക. സെക്കൻഡ് തിങ്, പഠിച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണെന്നുള്ളത് നോക്കുക. പഠിച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലാനിൽ ഒന്നായിരിക്കും ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇന്ത്യയിൽ വന്ന് ആഗ്രഹിച്ച് ഇവിടെ വർക്ക് ചെയ്യണമെന്ന്, സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മെയിൻലി നോക്കേണ്ട ഒരു പാർട്ടാണ് NMC ഗൈഡ് ലൈൻസ്. പ്രത്യേകിച്ച് പുതിയ വന്നിട്ടുള്ള NMC ഗൈഡ് ലൈൻസ് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന പാർട്ടുമാണ്. ഇത് ഓരോ കൺട്രിയുടെ സിറ്റുവേഷൻസിൽ വെച്ച് നോക്കുമ്പോൾ NMC ഗൈഡ് ലൈൻസിൻ്റെ കാര്യത്തിൽ ഏതാണ് ആക്ച്വലി കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് വാലിഡ് ചെയ്തത്, ഏതാണ് വാലിഡ് അല്ലാത്തത്, ഒന്നും പറയാത്ത കൺട്രീസ് ഏതൊക്കെ. പലർക്കും പല സ്റ്റുഡൻസിനും ഡൗട്ടാണ്, റിസർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോ കൺട്രീസിനും വെച്ച് നോക്കുമ്പോൾ NMC ഗൈഡ് ലൈൻസിൻ്റെ പാർട്ട് ഓരോ കൺട്രീസിലും എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ശരിക്കും NMC ഗൈഡ് ലൈൻസിൽ ഒരു കൺട്രി കവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി കവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോഴ്സ് ഡ്യൂറേഷന് അതുപോലെ ഇന്റേൺഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതേ സമയത്ത് ആ രാജ്യത്ത് പഠിച്ചിട്ട് ആ രാജ്യത്ത് ലൈസൻസ് കിട്ടുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യേണ്ടത് കൺട്രിയാണ്. അപ്പോൾ നമ്മൾ ഈ കൺട്രീൻ്റെ വീഡിയോയിൽ ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് രജിസ്ട്രേഷനെ കുറിച്ചും ലൈസൻസിനെ കുറിച്ചുമാണ്. നമുക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഡ്യൂറേഷനെ കുറിച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ, അതായത് ആ സ്പെസിഫിക് രാജ്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ കിർഗിസ്ഥാൻ നോക്കുകയാണെങ്കിൽ കിർഗിസ്ഥാനിൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതല്ല, എംബസി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലെ NMC ഗൈഡ് ലൈൻസിൻ്റെ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നമ്മുടെ ആ ഒരു ലൈസൻസിങ് എക്സാം, റഷ്യൻ ലാംഗ്വേജിലുള്ള എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു പാർട്ട് വാർണിംഗ് ആയിട്ട് എംബസീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കസാക്കിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് GMCയുടെ ഒരു പ്രശ്നം, 5 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, പിന്നെ അതിനുശേഷം ലൈസൻസിങ് എക്സാം, അതിനുശേഷം നമുക്ക് ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ UK പോവുകയാണെന്നുണ്ടെങ്കിൽ GMC 5 വർഷത്തെ കഴിഞ്ഞിട്ട് പ്ലസ് 2 ഇയേഴ്സ്. തജിക്കിസ്ഥാന്റെ കാര്യത്തിലും ഏകദേശം ക്ലിയർ ആണ്. 5 ഇയേഴ്സ് കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, പിന്നെ ലൈസൻസിങ് എക്സാം, ലൈസൻസ് കിട്ടുക എന്നുള്ളത്. ഉസ്ബെക്കും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഉസ്ബെക്കിൽ ലൈസൻസിങ് എക്സാം ഇല്ല, ഡിഗ്രി പാസ്സാകുന്നതോടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉസ്ബെക്കിൽ വർക്ക് ചെയ്യാന്നുള്ളത്. കിർഗിസ്ഥാന്റെ കേസിലോ? കിർഗിസ്ഥാൻ്റെതാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്തത്, എംബസിയുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണെന്ന് പറയാത്തത്. ഗവൺമെന്റ് സൈറ്റ് പോയി നോക്കിയാൽ പോലും ഒരു ക്ലാരിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ഓൾമോസ്റ്റ് റഷ്യ ആണെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ NMC ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ്റെ കാര്യം അല്ലെങ്കിൽ ലൈസൻസിൻ്റെ കാര്യം ഇങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ജോർജിയയിലേക്ക് വരുന്ന സമയത്ത്, ജോർജിയ, അസർബൈജാൻ, മോൾഡോവയിലേക്ക് വരുന്ന സമയത്ത് മോൾഡോവൻ്റെ യൂണിവേഴ്സിറ്റി അവരുടെ മിനിസ്ട്രിക്ക് അയച്ച ലെറ്റർ ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മോൾഡോവയിൽ പഠിച്ചാൽ മോൾഡോവയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ ഇനിയിപ്പം ജോർജിയൻ്റെ നോക്കുകയാണെങ്കിൽ ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എംബസിയുടെ സൈറ്റിലുണ്ട്. അപ്പോൾ ജൂനിയർ ഡോക്ടറായിട്ട് വെറുതെ വർക്ക് ചെയ്യുന്നതല്ല, ജൂനിയർ ഡോക്ടറിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യണത്. NMCയുടെ റൂള് പ്രകാരം പലരും പറയുന്നത് ലൈസൻസ് തന്നെ വേണം. NMC എവിടെയും ലൈസൻസ് തന്നെ വേണം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് വേണമെന്ന് പറയുന്നില്ല. പലരും കൺഫ്യൂസ് ആകുന്ന അവിടെയാണ്. പലരും പറയുന്നുണ്ട് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് തന്നെ വേണം എന്നുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് എന്ന് അവിടെ പ്രത്യേകിച്ച് പറയണില്ല എവിടെയും. അവിടെ പറയണം എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് ആണ്. ഒന്നുകിൽ രജിസ്ട്രേഷൻ കിട്ടണം അല്ലെങ്കിൽ ലൈസൻസ് കിട്ടണം അറ്റ് പാർ വിത്ത് ദ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. അതായത് ആ കൺട്രിയുള്ള സിറ്റിസൺസിന് എന്താണോ കൊടുക്കുന്നത് അതേ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ നമുക്കും കിട്ടണം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനും കിട്ടണം എന്നുള്ളതാണ്. ഇത് ഈ റൂള് വന്നതിൻ്റെ കാരണം അറിയാലോ, പണ്ട് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ക്വാളിറ്റി ഇല്ലാത്ത ഡോക്ടേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനൊരു റൂൾ ഉണ്ടാക്കിയത്. അപ്പോൾ ജോർജിയനെ സംബന്ധിച്ചിടത്തോളം ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോർജിയൻ സിറ്റിസൺ ആണെങ്കിലും ശരി, ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് ഈ രജിസ്ട്രേഷൻ വെച്ചിട്ട് അവിടെയുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോർജിയനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിയർ ആണ്. അവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ നമ്പർ ഉണ്ട്, ഡിഗ്രിയുടെ ഏത് കോളേജിലാണ് പഠിച്ചത് ആ ഡിഗ്രിയുടെ നമ്പർ ഉണ്ട്, പേരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. NMC പ്രകാരം രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് ആണ്. ജോർജിയയിൽ രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ജോർജിയയും ഈ ഒരു റൂള് അലൈൻഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാൽ അസർബൈജാനിൽ ഡിഗ്രി പാസ്സാവുന്നതോടെ അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴും അസർബൈജാനിൽ എന്ത് ചെയ്യണം? റിന്യൂ ചെയ്യണം. അതായത് ലൈസൻസ് റിന്യൂ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ലൈസൻസ് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് അവിടെ കിട്ടും. അതായത് ഓരോ 5 വർഷം കൂടുന്നിട്ടും റിന്യൂ ചെയ്യണം എന്നുള്ള മാത്രമല്ല, എക്സാം എഴുതിയിട്ട് ദൗലത്ത് എക്സാം എന്ന് പറയും അവരുടെ ദൗലത്ത് എക്സാം എഴുതിയിട്ട് നമ്മൾ റിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ 5 വർഷം കൂടുന്നത് അവിടെയുള്ള ആൾക്കാർക്കും സെയിം തന്നെയാണ്. ഡിഗ്രി പാസ്സാകുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വർക്ക് ചെയ്യാം. ഗവൺമെൻറ്റിൽ മാത്രമാണ് തുടക്കത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് 5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അസർബൈജാൻ്റെ കേസ്. മോൾഡോവൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഈജിപ്തിൻ്റെ കേസ് ഈജിപ്തിൻ്റെ എംബസി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈജിപ്തിൽ 5 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു
വർഷം കൂടെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് 5 വർഷത്തെ കോഴ്സ് പ്ലസ് 2 വർഷത്തെ അവിടെ ലൈസൻസ് എക്സാം ഇല്ല. അവിടെ ലൈസൻസിങ് എക്സാം ഉണ്ട്. ഈജിപ്തിൽ ലൈസൻസിങ് എക്സാം ഉണ്ട്. അത് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ അതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വർഷത്തെ ഇന്റേൺഷിപ്പിൽ 1 വർഷം നമ്മളെ ഡിഗ്രിയുടെ കൂടുതൽ ഇന്റേൺഷിപ്പാണ്. അതായത് ഡിഗ്രി 5 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ്. അതിനുശേഷം നമ്മൾ ഗ്രാജുവേറ്റ് ആവുകയാണ്. ഗ്രാജുവേറ്റ് ആയതിനു ശേഷമാണ് അടുത്ത 1 വർഷത്തെ ഇന്റേൺഷിപ്പ് വരുന്നത്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് 1 ഇയർ ചെയ്തിട്ട് വേണം നമ്മൾ ലൈസൻസിങ് എക്സാം എഴുതാൻ. അപ്പോൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് പല സ്ഥലത്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഗ്രാജുവേഷന് ശേഷമുള്ള 1 ഇയർ ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ പല സ്ഥലത്തും അത് എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ബെനിഫിറ്റ് ഈജിപ്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈജിപ്തിൻ്റെ കേസിൽ നല്ലതുണ്ട്. പക്ഷേ 7 വർഷത്തെ കോഴ്സാണ് എന്നുള്ളത് ഈജിപ്തിനുണ്ട്. 6 വർഷം $8,000 ഫീസ് ഉണ്ട് എന്നുള്ളത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പിന് ഫീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈജിപ്തിൻ്റെ എംബസി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് 7 വർഷം കഴിയുക, ലൈസൻസിങ് എക്സാം ചെയ്താൽ ലൈസൻസ് എടുക്കുക. ഈജിപ്തിലെ എക്സാം ടഫാന്ന് പറഞ്ഞു. ഈജിപ്തിൻ്റെ എക്സാം ശരിക്ക് ഇതുവരെ ഇന്ത്യൻസ് എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ ഡോക്ടേഴ്സ് എഴുതുന്നതിൽ കുറച്ച് ടഫാണത്. എന്നാൽ ഇന്ത്യൻസ് എഴുതിയിട്ടില്ല അധികം സ്റ്റുഡൻസ് അത് എഴുതാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈജിപ്തിൻ്റെ അതേപോലെ വേറൊരു കേസ്, ഈജിപ്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസിൽ നേരെ പോയി സെറ്റിൽ ആവാന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഗൾഫ് കൺട്രീസിൽ നേരെ പോയി ഒരു രാജ്യത്ത് നമുക്ക് സെറ്റിൽ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏത് രാജ്യത്താണ് അവരുടെ ലൈസൻസിങ് എക്സാം ഉണ്ട്? പൊതുവെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഏത് രാജ്യത്താണെങ്കിലും അവരുടെ ലൈസൻസിങ് എക്സാം ഉണ്ട്. അപ്പോൾ ലൈസൻസിങ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DHA അല്ലെങ്കിൽ DOH ഏതെങ്കിലും ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഈജിപ്ത് പഠിച്ചിട്ട് പിന്നെ അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പോകാൻ പറ്റും. അതിപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്കത് ചെയ്യാൻ പറ്റും. ഈജിപ്ത് പിന്നെ അറബി സംസാരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ അറബി സംസാരിക്കുക എന്നുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് എന്തുണ്ട്, മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്തുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പം നമ്മൾ ബൾഗേറിയൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ നമ്മൾ ഡിഗ്രി പാസ്സാവുന്നതോടെ, കാരണം യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യമാണ് ബൾഗേറിയ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രി ഗ്രാജുവേറ്റ് ആവുന്നതോടെ നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ ഏത് രാജ്യത്തും വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ നമുക്കായി. ഇനിയിപ്പോൾ നമുക്ക് UK രജിസ്ട്രേഷൻ എടുക്കുന്നത്, UK എന്ത് ചെയ്യുന്നത്, GMC രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതി, ലൈസൻസിങ് എക്സാം ഇല്ല. ബൾഗേറിയ ഗ്രാജുവേറ്റ് ആവുന്നതോടെ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് എക്സാം കൂടെ ക്ലിയർ ചെയ്യണം. രജിസ്ട്രേഷൻ അവിടെ കിട്ടുന്നുണ്ട്. രജിസ്ട്രേഷൻ അവിടെ ഇന്ത്യയുടെ റൂൾ പ്രകാരം രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് ആണ്. രജിസ്ട്രേഷൻ അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഗ്വേജ് എക്സാം കൂടെ വേണം. ഇനിയിപ്പോൾ ബൾഗേറിയ, പോളണ്ട്, റൊമാനിയ, ജർമ്മനി ഇവിടെയൊക്കെ സെയിം ആണ്. അതായത് പഠിച്ചിറങ്ങുന്നതോടെ അവിടെ വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ലൈസൻസ് എക്സാം അതായത് പഠിച്ചിറങ്ങുന്നതോടെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ ലാംഗ്വേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് രജിസ്ട്രേഷൻ്റെ കേസ് ക്ലിയർ ആണ്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൽ മിസ്സായിട്ടുള്ളതാണ് പണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നൊക്കെ മെയിൻലി രാജ്യങ്ങളാണ് ഫിലിപ്പീൻസ്, ഒന്ന് ചൈന, നേപ്പാള്, ബംഗ്ലാദേശ്. ഇതിൻ്റെയൊക്കെ സിറ്റുവേഷനോ? ഇപ്പോൾ NMC ഗൈഡ് ലൈൻസ് വന്നതോടെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ ബംഗ്ലാദേശ് ഞാൻ പറഞ്ഞല്ലോ, സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ച് അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പോൾ അവർ റൂൾ മാറ്റി. ഇപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ റൂൾ മാറ്റി. ഫിലിപ്പൈൻസ് ഇതുവരെ ആ റൂളിലേക്ക് എത്തിയിട്ടില്ല. അവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫിലിപ്പൈൻസിൻ്റെ കേസ്, ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫിലിപ്പൈനുകൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള റൂളുണ്ട്. ഈഗോ ക്ലാഷ് എന്നല്ല, റെസിപ്രോസിറ്റി എന്ന് പറയും. അപ്പോൾ അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫിലിപ്പൈനിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഇന്ത്യ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കണില്ല. ഇന്ത്യ പുറത്തുനിന്ന് ഒരാൾക്കും മെഡിസിൻ രജിസ്ട്രേഷൻ കൊടുക്കില്ല. ബംഗ്ലാദേശുകാർ കൊടുക്കുന്നുണ്ടോ? ഒരാൾക്കും കൊടുക്കില്ല. അപ്പോൾ ഫിലിപ്പൈനികൾക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്രോസിറ്റി അവിടെ വർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിൽ പഠിച്ചാൽ ഫിലിപ്പൈൻസിൽ രജിസ്ട്രേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഫിലിപ്പൈൻസ് ആ റൂള് മാറ്റിയിട്ട് അവരെങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ ഫിലിപ്പൈൻസിൽ പഠിച്ച ഇന്റർനാഷണൽസിന് ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യാം. അവിടെ റെസിപ്രോസിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പൈൻസിൻ്റെ കേസിൽ. ഇനിയിപ്പം ചൈനയുടെ കേസാണെങ്കിൽ, ചൈന ഒരുപാട് കുട്ടികൾ പോയിക്കൊണ്ടിരുന്ന രാജ്യമാണ് ചൈന, ഉക്രൈൻ വാർ വന്നതോടെ സ്റ്റോപ്പായി. ചൈനയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ ശരിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനീസ് ലാംഗ്വേജ് റഷ്യയുടെ പോലെ തന്നെയാണ്. ചൈനീസ് ലാംഗ്വേജിൽ ലൈസൻസിങ് എക്സാം എഴുതണം. അപ്പോൾ ചൈനീസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനീസാണ് വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ്. നമ്മൾ പറയും മലയാളമാണെന്ന്. മലയാളം ചൈനീസ് കഴിഞ്ഞിട്ടാണ്. ചൈനീസാണ് ഏറ്റവും, കാരണം ലിറ്ററേച്ചറും അതിൻ്റെ സ്പീക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് വെച്ചാൽ മാൻഡറിൻ ചൈനീസ് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈടായിട്ട് വിയറ്റ്നാം, മൗറീഷ്യസ് ഇതുപോലുള്ള കൺട്രീസൊക്കെ ഉണ്ട്, മലേഷ്യ, ഇതിലൊക്കെ എന്താ ഇപ്പോൾ റീസണിങ് ആയിട്ടുള്ളത്? വിയറ്റ്നാമിൻ്റെ എംബസിയിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, FAQ വന്നിട്ടുണ്ട്.
പക്ഷെ അത് പക്ക ക്ലിയർ ആണെന്ന് വെച്ചാൽ അല്ല. അതേപോലെ തന്നെയാണ് ഈ ബോസ്നിയൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. അതായത് എംബസിയിൽ നിന്നൊരു ലെറ്റർ ഉണ്ട്, പക്ഷെ അതിൽ 100% ക്ലിയർ ആയിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു ലെറ്ററിൽ നിന്ന് ശരിക്കും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. NMC ഗൈഡ്ലൈൻസിൽ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രജിസ്ട്രേഷനെ കുറിച്ചിട്ട്, വർക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ല ബോസ്നിയൻ്റെ കാര്യം. ബോസ്നിയയിൽ ഈസ്റ്റ് സർജാവോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു യൂണിവേഴ്സിറ്റി മാത്രമാണുള്ളത്. ഈസ്റ്റ് സർജാവോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു യൂണിവേഴ്സിറ്റി, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി, ചെറിയൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ബോസ്നിയയിൽ പലരും പോകുന്നത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ബോസ്നിയയിൽ എല്ലാവരും പോകുന്നത്. ബോസ്നിയ യൂറോപ്യൻ യൂണിയൻ അല്ല, ബോസ്നിയ യൂറോപ്യൻ യൂണിയൻ്റെ കാൻഡിഡേറ്റ് മെമ്പറാണ്. പിന്നെ എല്ലാവരും ജോർജിയയിൽ പോകുന്ന വെറൈറ്റി പിടിക്കാൻ വേണ്ടി ബോസ്നിയ പോകണവരെ. അതെ. ഇനിയിപ്പോൾ അർമേനിയൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് അർമേനിയക്കും ജോർജിയക്കും ഒരേ എംബസിയാണ്, അർമേനിയയിലുള്ള എംബസിയാണ്. അല്ല, അപ്പം അർമേനിയയുടെ കേസ് എന്താ? ശരിക്കും അർമേനിയയും ജോർജിയ അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പം വെലിങ്ങനെ അർമേനിയ. അതായത് അർമേനിയ പൊതുവെ കുട്ടികൾ ഓപ്റ്റ് ചെയ്യാൻ കാരണം ജോർജിയനേക്കാളും ലിവിങ് എക്സ്പെൻസ് കുറവാണ്. ഫീസ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കുറവാണ്, അതുകൊണ്ടാണ്. പക്ഷേ അർമേനിയയിൽ പൊതുവെ കുട്ടികൾ ക്വാളിറ്റി അത്രമാത്രം പോരാ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറവാണ്. ശരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് മുഴുവൻ ഏത് രാജ്യമാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സബ്ജക്റ്റീവാണ് രാജ്യം എന്നുള്ളത്, ഓരോരുത്തർക്കും കേസ് ടു കേസാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് ഏതാണ് രാജ്യം ബെസ്റ്റ് എന്ന് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ 1 to 1 ഓരോരുത്തർക്കും കേസ് ടു കേസ്, പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഓരോരുത്തരെയും സെപ്പറേറ്റ്ലി നമ്മൾ ഓരോരുത്തരെയും എടുത്ത് കൗൺസിൽ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത്. ബഡ്ജറ്റിന്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇപ്പം ഒരുപാട് ബഡ്ജറ്റുകൾ, ഹിഡൻ ബഡ്ജറ്റുകളുണ്ട്. ഇത് മെയിൻലി സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. ഇവരാദ്യം ബഡ്ജറ്റ് നോക്കാതെ ഏതാണ് ബെസ്റ്റ് കൺട്രി, ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം റിസർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ US വരും, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ലക്സംബർഗ്, ഇങ്ങനത്തെ കൺട്രീസൊക്കെ മെയിൻലി വരും. എന്നിട്ട് ഇവരുടെ ബഡ്ജറ്റ് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. സ്കോളർഷിപ്പ് ഉണ്ടോ അതെന്ന് പറഞ്ഞ് ഒരുപാട് ടൈം റിസർച്ച് ചെയ്ത് ഇങ്ങനെ പോകും. സോ ഫസ്റ്റ് തിങ് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പാരൻസുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് മാക്സിമം ബഡ്ജറ്റ് എത്ര വരെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പക്കാ മനസ്സിലാക്കി ആ റേഞ്ചിൽ ഏത് കൺട്രിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആഫ്റ്റർ MBBS കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ എന്താണോ അതെന്താണെന്ന് നോക്കി നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കൺട്രി അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പേജ് നമ്മുടെ ഫോറിൻ ഡിഗ്രി വെബ്സൈറ്റിൽ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി അനലൈസിൻ്റെ പേജ് കാണാൻ പറ്റും. അതുപോലെ ബഡ്ജറ്റിന് വേണ്ടി മാത്രമായിട്ട്, ബഡ്ജറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ രാജ്യത്തിലെയും ബഡ്ജറ്റൊക്കെ സ്പെസിഫിക്കലി അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് മാത്രം കൂട്ടരുത്. ലിവിങ് എക്സ്പെൻസ് ഓരോ മന്ത് ബൈ മന്തായിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചില രാജ്യത്ത് നമ്മൾ വിസ റിന്യൂ ചെയ്യാനുള്ളത് ഉണ്ടാവും, നമ്മുടെ വെക്കേഷന് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുന്ന ചാർജ്, ഇങ്ങനത്തതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം 6 ഇയേഴ്സിലേക്ക് ടോട്ടലായിട്ട് പോകാൻ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 50% സ്റ്റുഡൻസും ഇത് തീരെ അങ്ങനെ നോക്കാതെ പോയിട്ട് കുടുങ്ങുന്ന കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. ബഡ്ജറ്റിൻ്റെ കാര്യം ശരിക്കും കോമഡിയാണ്. കാരണം ഞാൻ പല സമയത്തും കേട്ടിട്ടുണ്ട് 34 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ SUവിൽ പഠിച്ചിറങ്ങാം, 35 ലക്ഷം ഉണ്ടെങ്കിൽ TSMUവിൽ പഠിച്ചിറങ്ങാന്ന്. ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫീസ്, ഇപ്പോൾ SUവിൻ്റെ ഫീസ് $5,900 ആണ്. 5,500 ഫീസും $4,000 ഇൻ്റർനാഷണൽ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് $5,900. ഈ $5,900 മാത്രം 6 വർഷത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 30 ലക്ഷം രൂപ. അതിനിപ്പം TSMUവിൻ്റെ ഫീസ് മാത്രം ഓൾമോസ്റ്റ് ഒരു 35 ലക്ഷത്തിൻ്റെ മുകളിൽ പോകും. അതായത് നമ്മുടെ എല്ലാ ബഡ്ജറ്റും കൂടെ 30-35 ലക്ഷത്തിന് എങ്ങനെ തീരും 30 ലക്ഷം രൂപ ഫീസുള്ള സ്ഥലത്ത്? അപ്പോൾ ഒരു മിനിമം കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമം കാൽക്കുലേഷൻ പോലും ചെയ്യണില്ല. ഫീസ് എത്രയാണ്? $6,000 ഇല്ലെങ്കിൽ $5,900. ഓക്കെ, എന്നാൽ പിന്നെ അതൊന്ന് വെച്ചിട്ട് 6 വർഷത്തേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ സാധനം മനസ്സിലാവും. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് എത്രയാണ്? ജോർജിയയിൽ $300 ആണ്. അപ്പോൾ $300 ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മാസത്തേക്ക് എത്രയാവും, ഒരു 6 വർഷത്തേക്ക് എത്രയാവുന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും ഇത്രയാവും എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കാതെ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ റിയാസ്ക്ക് ഇപ്പം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുമ്പോൾ സെയിം ഫീസാണ്. ഒരു കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ആ കൺട്രിയിൽ തന്നെ 4-5 യൂണിവേഴ്സിറ്റികളുണ്ട്, പക്ഷേ എല്ലാം സെയിം ഫീസാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം? അത് ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ ചൂസ് ചെയ്യാം, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികൾ എങ്ങനെ ചൂസ് ചെയ്യാം, ഓരോ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്, ഏതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യങ്ങൾ എടുത്ത് ഡിസ്കസ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ലൈക്ക് ഫസ്റ്റ്
നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ്. അപ്പോൾ ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബഡ്ജറ്റിൽ വരുന്നൊരു കൺട്രി സെലക്ട് ചെയ്യാനും പറ്റും. ബാക്കിയുള്ള വീഡിയോകളിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കൺട്രിയിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അബ്രോഡ് മലയാളി സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഔട്ട്ലൈനും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കിടക്കുന്നുണ്ട്, ഓരോ രാജ്യത്തുള്ള വ്ളോഗുകളും കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം നോക്കുകയാണെങ്കിൽ ആ വീഡിയോസിൽ ആ ഒരു വ്ളോഗിൻ്റെ സീരീസുകൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം.